ഹായ് ഗൈസ്, എല്ലാവർക്കും മിസ്റ്റർ ലോക്കോ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പബ്ജി അല്ലെങ്കിൽ BGMI കളിക്കുന്ന 90% ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് ജോയ്സ്റ്റിക്കിന്റെ ഇഷ്യൂ. ഈ ജോയ്സ്റ്റിക്കിന്റെ പ്രോപ്പർ അല്ലാത്ത പ്ലേസ്മെന്റ് ആണ് ഇതിന് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, ജോയ്സ്റ്റിക്ക് മറ്റുള്ള യൂട്യൂബേഴ്സ് എല്ലാം പറയുന്നതനുസരിച്ച് എന്ന് വെച്ചാൽ ഒരു 100 മുതൽ 120 റേഞ്ചിൽ വെച്ച് നമുക്ക് നല്ല വൃത്തിക്ക് പ്ലേ ചെയ്യാൻ പറ്റുമെന്ന് എല്ലാവരും പറയുന്നത്. പക്ഷെ ശരിക്കലും അങ്ങനെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. എന്തെന്ന് വെച്ചാൽ നമ്മളെ ജോയ്സ്റ്റിക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തമ്പിന്റെ സൈസിന് കണക്കാക്കി വെച്ചിട്ട് നമുക്ക് കാര്യമില്ല. നമ്മൾ ഇങ്ങനെ ജോയ്സ്റ്റിക്ക് ഒരു 100ലോ 120ലോ വെച്ചിട്ട് ഫയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതൊരിക്കലും നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, പിന്നെ നിങ്ങളെ തമ്പിന് കണക്കായിട്ട് എപ്പോഴും ജോയ്സ്റ്റിക്ക് വെക്കുക. ഓക്കെ, നമ്മുടെ തമ്പിന്റെ സൈസ് എത്രയാണ് വരുന്നത് അതിന് കണക്കായിട്ട് ജോയ്സ്റ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും സ്പീഡിൽ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങൾ നേരെ സെറ്റിങ്സിൽ പോവാം, ഒരു കസ്റ്റമൈസ് ബട്ടൺ എടുക്കുക. ഈ കസ്റ്റമൈസിൽ നമ്മളെ തമ്പിന്റെ സൈസ് ജോയ്സ്റ്റിക്കിന്റെ മുകളിൽ തമ്പ് വെക്കുക. എന്നിട്ട് ആ തമ്പിന്റെ കണക്കായിട്ട് ജോയ്സ്റ്റിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും ജോയ്സ്റ്റിക്ക്. ജോയ്സ്റ്റിക്ക് എപ്പോഴും നമ്മൾ തമ്പിന് കണക്കായിട്ട് വെക്കുന്നതൊക്കെ ഏറ്റവും ബെറ്റർ. ഇതാണ്ടാ, നമുക്ക് ഒരേപോലെ കറക്റ്റ് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ ജോയ്സ്റ്റിക്ക് പ്രശ്നത്തിന് വരുന്ന ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രീൻ ഗാർഡാണ്. നമുക്ക് എല്ലാവർക്കും വലിയ പൈസയുടെ സ്ക്രീൻ ഗാർഡ് വാങ്ങാൻ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു കമ്പനിയിൽ ഫിംഗർ സ്ലീവ് വാങ്ങാം. ഫിംഗർ സ്ലീവ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം കാരണം യൂസ് ചെയ്യാം. നല്ല വൃത്തിക്ക് നോക്കുന്നതാണെങ്കിൽ ഫിംഗർ സ്ലീവ് യൂസ് ചെയ്യാം. ഫിംഗർ സ്ലീവ് യൂസ് ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൻ്റെ മുകളിലെ ടച്ച് നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയി കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മൂവ്മെൻറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഒരു നല്ലൊരു കമ്പനിയുടെ ഫിംഗർ സ്ലീവ് ആണ്. ഈ ഫിംഗർ സ്ലീവ് എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ കൈക്ക് കുറേ സമയം നമ്മൾ കളിക്കുന്ന സമയത്ത് കൈ എന്തായാലും വേർക്കും. ഈ വേർക്കുന്ന സമയത്ത് നമ്മുടെ സ്ക്രീനുമായിട്ടുള്ള ഒരു ടച്ച് ഉണ്ടല്ലോ, അത് പോകും. അത് പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വലിക്കുമ്പോൾ ഇങ്ങോട്ട് പോകുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ ഫിംഗർ സ്ലീവ് ഇടുന്ന സമയത്ത് കൈക്ക് ആ ഒരു ഇഷ്യൂ വരില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും ഫിംഗർ സ്ലീവ് ഇട്ട് കളിക്കാം. അതുപോലെ തന്നെ ജോയ്സ്റ്റിക്കിന്റെ സൈസ് അത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ തമ്പിന് കണക്കായിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, തമ്പിന് കണക്കായിട്ട് വെക്കുന്നതാണെങ്കിൽ ഇതുപോലെ നമ്മുടെ ഹെഡ് ഷോട്ട് കറക്റ്റ് കണക്റ്റ് ആവുകയും ചെയ്യും. നമ്മുടെ ഇഷ്ടത്തിന് സ്പീഡ് മൂവ്മെന്റ് കുറച്ച് സ്പീഡ് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.